മൂന്നാമത്തെ തവണയും അതേ മുന്നണിയെ നയിക്കാൻ പിണറായി വിജയനെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പോളിറ്റ് ബ്യൂറോ വിവിധ ഘടകങ്ങളുടെ അഭിപ്രായ സ്വരൂപണത്തിന് ശേഷം ചുമതലപ്പെടുത്തിയത്. അതായത് ഒരു 3.0 പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇടതുപക്ഷം ക്യാപ്റ്റനായി മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണ് നിശ്ചയിക്കുകയും ചെയ്തത്. അവിടെ ഒരു ട്രെൻഡ് മാറ്റം ഉണ്ടാകുന്നു എന്നൊരു ചോദ്യം സ്വാഭാവികമാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു ഒരു ഒരു വളരെ പ്രകടമായ ഒരു തരംഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ ഇതുവരെ ഉണ്ടായിരുന്നതൊക്കെ LDFന് അനുകൂലമായ നിലയ്ക്കാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അത് സമാനമായി എന്ന് വിചാരിച്ചെടുത്ത ഇലക്ഷൻ റിസൾട്ട് വന്നു തുടങ്ങി ഒരു അരമണിക്കൂർ, ഒരു മണിക്കൂർ, അതായത് ബാലറ്റ് എണ്ണി തുടങ്ങിയ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന് വളരെ കൃത്യമായ പ്രകടമായ എഡ്ജ് ഉണ്ടാകുമെന്നത് സംബന്ധിച്ച തർക്കങ്ങളില്ലാതെയായി. ആ നിലയ്ക്ക് ഒരു ട്രെൻഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി അടിത്തട്ടിലുണ്ടോ എന്ന ചർച്ചകൾ വളരെ സജീവമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. എന്തായാലും എനിക്കുറപ്പിച്ചു പറയാൻ കഴിയുന്നത് ഇത്രയും ദിവസങ്ങളുടെ പ്രചാരണത്തിന് ശേഷം ഇനി 6 ദിവസമാണ് പ്രചാരണത്തിനുള്ളത്. 9 ദിവസമാണ് നമ്മൾ വോട്ട് രേഖപ്പെടുത്താൻ പോകാൻ ബാക്കിയുള്ളത്. ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും കേരളത്തിൽ എന്നത് സംബന്ധിച്ച യാതൊരു തർക്കവുമില്ല. ഒരു വേഫർ തിൻ മാർജിൻ മാത്രമായിരിക്കും ആരധികാരത്തിൽ വരികയാണെങ്കിലും ഉള്ളത് എന്ന് പറയാനാണ് വിചാരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അടിത്തട്ടിലൊരു ട്രെൻഡുണ്ട്. എല്ലാ മാധ്യമ വിശകലനങ്ങളുടെയും സർവകളുടെയും അപ്പുറത്ത് എങ്കിൽ നമുക്കതിൽ പ്രത്യേകിച്ചൊന്നും പറയാൻ കഴിയില്ല. രാഷ്ട്രീയമാണ്, അത് സാധ്യതകളാണ് ഉണ്ടാവുക. ആ സാധ്യതകൾ ജനവികാരത്തിനനുസരിച്ച് എവിടെയുണ്ടാകും എന്നത് സംബന്ധിച്ച് നമുക്ക് പറയാനൊന്നും കഴിയില്ല.